ഇന്നത്തെ ഫർദർ ഡെവലപ്മെൻറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ജിയോ പൊളിറ്റിക്കൽ അപ്ഡേറ്റ്സ് ആണ്. ഇതിൽ ഇറാൻ അമേരിക്ക കോൺഫ്ലിക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ അമേരിക്ക നടത്തിയിരിക്കുന്ന ഒരു ബ്ലോക്കേഡ് ഇറാനെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഒരു സ്മൂത്ത് ട്രാൻസ്പോർട്ടേഷൻ അവർക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം. അപ്പോൾ അത് ഇറാൻ ഇത്രയും നാളും ഫോളോ ചെയ്തിരുന്ന ഒരു കീഴ്വഴക്കമുണ്ടല്ലോ, അതിന് വല്ലാത്ത രീതിയിൽ പ്രത്യേകിച്ച് ചരക്ക് നീക്കത്തിൽ ഒരു സപ്ലൈ ചെയിൻ ക്രാക്ക് സംഭവിച്ചിട്ടുണ്ട്. അത് ഇറാനെ വല്ലാത്ത രീതിയിൽ ബാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പാകിസ്ഥാൻ ഇറാനെ സഹായിക്കുന്നുണ്ട്, ഇല്ലയെന്നില്ല. ഇന്നലെ ഞാനൊരു വിഷയം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാകിസ്ഥാൻ്റെ ഇറാന് വേണ്ടിയിട്ടുള്ള 6 ഡെസിഗ്നേറ്റഡ് റൂട്ടിനെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു. ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ട്രംപിൻ്റെ അടുത്ത് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലായത് ട്രംപിൻ്റെ ഭാര്യയെക്കാളും ഏറ്റവും കൂടുതൽ പാകിസ്ഥാൻ്റെ ഫീൽഡ് മാർഷൽ അസീം മുനീറിനെയും ഷഹബാസ് ഷെരീഫിനെയും സ്നേഹിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത്തരത്തിലാണ് ട്രംപ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ട്രംപ് പറഞ്ഞിരിക്കുന്നത്, ഇന്ത്യ ഇറാൻ്റെ അടുത്ത് നിന്ന് എണ്ണ വാങ്ങിച്ചാൽ 100% താരിഫ്, ചൈന ഇറാൻ്റെ കയ്യിൽ നിന്നും എണ്ണ വാങ്ങിച്ചാൽ 1000% താരിഫ്. സാർ, പാകിസ്ഥാൻ ഇറാൻ്റെ സാധനങ്ങളൊക്കെ റോഡ് മാർഗം ഇറാൻ്റെ ഉള്ളിലേക്ക് കടത്തിവിടുന്നുണ്ടെന്നുള്ളൊരു വാർത്ത വരുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? പാകിസ്ഥാൻ്റെ ഗ്രേറ്റസ്റ്റ് ഫീൽഡ് മാർഷൽ അസീം മുനീർ അങ്ങനെയൊന്നും ചെയ്യില്ല, അതൊക്കെ വാർത്തകൾ മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് പാകിസ്ഥാനെ എനിക്ക് അത്രമാത്രം വിശ്വാസമാണ്. അവരങ്ങനെയൊന്നും ചെയ്യില്ല എന്നുള്ള തരത്തിൽ ജസ്റ്റ് മാനേജ് ചെയ്ത് പോയിരിക്കുകയാണ് കാര്യങ്ങൾ. അതായത് ഇനി ഈ വിഷയത്തിൽ കൂടുതൽ ഇടപെടൽ നടത്തിക്കൊണ്ട് പാകിസ്ഥാൻ അങ്ങനെ അമേരിക്കയെ ബീട്രേ ചെയ്തു എന്നുള്ളത് ഓപ്പണായിട്ട് അംഗീകരിക്കാനുള്ള ഒരു മടി. തീർച്ചയായിട്ടും പാകിസ്ഥാന് ഇൻഡയറക്ട്ലി താക്കീത് നൽകുമായിരിക്കാം, പക്ഷേ ഓപ്പൺലി പാകിസ്ഥാനെ വിമർശിക്കാൻ ട്രംപ് തയ്യാറായിട്ടില്ല ഇതുവരെ. ഒരുപാട് മാധ്യമങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഓൾറെഡി തന്നെ വാർത്തകൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ആ വിഷയത്തിലാണ് ട്രംപ് ഇങ്ങനെ പ്രതികരിച്ചിരിക്കുന്നത്. ട്രംപ് ഒരു ഒഫീഷ്യൽ ലെറ്റർ എഴുതി കൊടുത്തിരിക്കുകയാണ് കോൺഗ്രസ്സിൽ, US കോൺഗ്രസ്സിന്. എന്താണ് ഒഫീഷ്യൽ ലെറ്റർ എന്ന് പറഞ്ഞാൽ, ഇറാനുമായിട്ടുള്ള യുദ്ധം ഒഫീഷ്യലി അവസാനിച്ച് കഴിഞ്ഞു എന്നാണ് പുള്ളിക്കാരൻ എഴുതി കൊടുത്തിരിക്കുന്നത്. അമേരിക്കയുടെ വാർഷിപ്പുകളൊക്കെ ആ പരിധിയിൽ തന്നെ ഉണ്ടല്ലോ, അപ്പം അത് ഞങ്ങൾ ജസ്റ്റ് ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി നിർത്തി വെച്ചിരിക്കുന്നതാണ്, അല്ലാതെ അതിൽ വലിയ കാര്യമൊന്നുമില്ല എന്നുള്ള തരത്തിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു മറുപടിയാണ് ട്രംപ് ഈ കത്തിലൂടെ എഴുതി അറിയിച്ചിരിക്കുന്നത്. ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, യുദ്ധം അവസാനിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവസാനിച്ചിട്ടില്ല. പക്ഷേ ട്രംപ് ഒരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ട്രംപിൻ്റെ മേളിൽ വെച്ചിരിക്കുന്ന ഒരു ആരോപണമുണ്ടല്ലോ, അതായത് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു ആരോപണം, എക്സിറ്റ് പ്ലാൻ ഇല്ലാതെ യുദ്ധത്തിലേക്ക് പോയി എന്നുള്ളൊരു ആരോപണം. അപ്പോൾ ഇങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ ട്രംപിൻ്റെ മേളിലുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ മിഡ് ടേം ഇലക്ഷന് മുമ്പായിട്ട് തന്നെ ഒരു ക്ലിയറൻസ് വരുത്താൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ് ട്രംപ്. ഇനി തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇനി യുദ്ധം തുടങ്ങുന്നുവെങ്കിൽ ഇസ്രായേലായിരിക്കും ആക്രമണം നടത്തുന്നത്. അമേരിക്ക ജസ്റ്റ് ഒരു മോറൽ സപ്പോർട്ട് എന്നുള്ള നിലയിൽ ഇങ്ങനെ യുദ്ധക്കപ്പലുകളൊക്കെ സൈഡിൽ നിർത്തി ഇസ്രായേലിനെതിരെ വരുന്ന മിസൈലുകളൊക്കെ ഇൻ്റർസെപ്റ്റ് ചെയ്ത് വളരെ വൃത്തിയായിട്ട് ഈ യുദ്ധം കുറച്ചുകൂടെ സ്ട്രക്ചേർഡായിട്ട് നടത്താനാണ് പ്ലാൻ ചെയ്യുന്നത്. ഇത് വളരെ നല്ല മാർഗമാണ്. ഇത് ചെയ്താൽ മതിയായിരുന്നു. അതായത് ഇസ്രായേൽ അറ്റാക്ക് നടത്തും, അമേരിക്കയുടെ എല്ലാ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ ഉള്ളിലേക്ക് വരുന്ന മിസൈലുകൾ ഒന്നുപോലും താഴെ പതിക്കാത്ത രീതിയിൽ അതിനെ ഇൻ്റർസെപ്റ്റ് ചെയ്യണമായിരുന്നു. ഇതാണ് അമേരിക്ക ചെയ്യേണ്ടിയിരുന്ന പരിപാടി. അങ്ങനെയാണെങ്കിൽ ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക് വന്ന് പതിച്ച മിസൈലുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തടയാമായിരുന്നു. അതുപോലെ ഡ്രോൺ ആക്രമണങ്ങളെ തടയാമായിരുന്നു. ഒരു തരത്തിലൊരു കെയോസ് സൃഷ്ടിച്ചായിരുന്നല്ലോ, അത് മൊത്തത്തിൽ തടയാമായിരുന്നു. ഇപ്പം തികച്ചും ആ മാതൃകയിലേക്ക് മാറി വരികയാണ്. അത് $1 ട്രില്യൺ $1 ട്രില്യൺ വർത്ത് വരുന്ന ആയുധങ്ങൾ ഓൾറെഡി തന്നെ ഇസ്രായേലിൻ്റെ ഉള്ളിൽ കഴിഞ്ഞ 3 ദിവസം കൊണ്ട് എത്തിക്കഴിഞ്ഞു. ഇറാന്റെ ഗവൺമെന്റിനെ കുറിച്ച് വിശേഷിപ്പിച്ചപ്പോൾ ട്രംപ് പറഞ്ഞത് 42,000 പേരെ കൊന്നൊടുക്കിയ ഭരണകൂടം, IRGC കുറിച്ച് അങ്ങനെയാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. അവർ ക്രിമിനലുകളാണ് എന്നുള്ള തരത്തിലാണ് പറഞ്ഞു വെക്കുന്നത്. വാൾ സ്ട്രീറ്റ് ജേണൽ പറയുന്നത്, ട്രംപ് ചുമ വെറുതെ പറയുകയാണ്, ഇറാൻ എൻവലപ്പിൽ കൊടുത്ത കത്തിൽ അവർ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് പ്രോഗ്രാം ഗിവ് അപ്പ് ചെയ്യാനും എൻറിച്ച്മെന്റ് നടത്തി കയ്യിൽ വെച്ചിരിക്കുന്ന യുറേനിയം കൈമാറാനും തയ്യാറാണ്. അങ്ങനെ ചില കീ പോയിന്റുകൾ കൊള്ളിച്ചുകൊണ്ടാണ് ഈ കത്ത് കൊടുത്തിരിക്കുന്നത് എന്നുള്ള തരത്തിൽ വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ സീൽഡ് കവർ പൊട്ടിച്ച് കത്ത് വായിച്ചപ്പോൾ തൊട്ടടുത്ത് വാൾ സ്ട്രീറ്റ് ജേണലും കൂടി ഇങ്ങനെ എത്തി നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് അവർക്ക് ഇങ്ങനെ ഒരു വാർത്ത കിട്ടി അവർ പബ്ലിഷ് ചെയ്യാണ്. അതായത് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്നും പല ഇൻഫർമേഷൻസും കിട്ടാത്ത സാഹചര്യം വരുമ്പോൾ അത് കൃത്യമായിട്ട് ഓപ്പൺ സോഴ്സിൽ കിട്ടാൻ വേണ്ടിയിട്ട് ചില മാധ്യമങ്ങൾ ഇങ്ങനത്തെ ടാക്ടിക്സ് ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ഞാനിപ്പോൾ ഇതിനെ ആ രീതിയിലാണ് കാണുന്നത്. ഇറാൻ ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ് വിഷയത്തിൽ ഒരു ഗിവ് അപ്പ് കൊടുക്കാനുള്ള സാധ്യത വളരെ വളരെ വിരളമാണ്. അപ്പോൾ അതുകൊണ്ട് വാൾ സ്ട്രീറ്റ് ജേണലിൽ അതുകൊണ്ട് വാൾ സ്ട്രീറ്റ് ജേണൽ പറയുന്ന ഈ ഒരു വിഷയം എത്രമാത്രം മുഖവിലക്കെടുക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഇച്ചിരി ഡൗട്ടുണ്ട്. നെക്സ്റ്റ് അറ്റാക്ക് വിൽ ബി ഹാപ്പൻ, ബട്ട് ഇസ്രായേൽ വിൽ കംപ്ലീറ്റ് ദ ജോബ്.
അതാണ് നമുക്കിപ്പം അമേരിക്കയുടെ ലാംഗ്വേജിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഗുണം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മാത്രം ടാർഗറ്റ് ചെയ്യപ്പെടും, ബാക്കിയുള്ള അറബ് രാജ്യങ്ങളുടെ മേലിൽ ഒരു തരത്തിലുള്ള ആക്രമണങ്ങളും സംഭവിക്കാതിരിക്കും. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ലെബനൻ്റെ ഉള്ളിലുള്ള ഇസ്രായേലി ട്രൂപ്പുകൾക്ക് നേരെ ഹിസ്ബുള്ള ഒരു ആക്രമണം നടത്തി 3ലധികം IDF സോൾജേഴ്സ് ഇഞ്ചൂർഡ് ആയിട്ടുണ്ടെന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ട്. ഒരു ആംഡ് വെഹിക്കിൾ, ഒരു വാഹനത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ വാഹനം ടാർഗറ്റ് ചെയ്യപ്പെട്ടത്. എന്തായാലും തീർച്ചയായിട്ടും അപ്പോൾ ആ സാഹചര്യത്തിൽ അവിടെ ഉണ്ടായിരുന്ന IDF സോൾജേഴ്സ് പെട്ടെന്ന് തന്നെ ഫയർ ഫൈറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉപയോഗിച്ച് അവർ തീയൊക്കെ കെടുത്തി രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു. അപ്പോൾ അതിലാണ് ഇഞ്ചുറിയോടുകൂടി ഇവർ രക്ഷപ്പെട്ടത്. അപ്പോൾ എന്തായാലും ഇച്ചിരി ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലാണ്, ഹോസ്പിറ്റലൈസ്ഡ് ആണ്. പക്ഷേ എന്നാലും ലെബനൻ്റെ ഉള്ളിൽ ഇസ്രായേൽ ആക്രമണങ്ങൾ ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്. ഫൂട്ടേജസ് വെക്കാനാണെന്നുണ്ടെങ്കിൽ കുറേ വെക്കാനുണ്ടാവും. അതിൽ ഞാൻ 1-2 വേണമെങ്കിൽ വെച്ച് പോവാം. ട്രംപ് യൂറോപ്പിന് മേളിൽ നിരന്തരം സമ്മർദ്ദം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ട്രംപ് എങ്ങനെയെങ്കിലും നാറ്റോ രാജ്യങ്ങളെയും യൂറോപ്യൻ യൂണിയനെയും സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ UK ആയിക്കോട്ടെ, നാറ്റോ രാജ്യങ്ങൾ, UK ആയിക്കോട്ടെ, നോർവേ ഉൾപ്പെടെയുള്ള നാറ്റോ രാജ്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ജർമ്മനി ഉൾപ്പെടെയുള്ള യൂറോപ്യൻ യൂണിയൻ ആയിക്കോട്ടെ, ഇവരെല്ലാം തന്നെ ട്രംപ് സാർ ഞങ്ങളെ നിങ്ങൾ കൈ പിടിച്ച് വലിച്ചഴച്ചുകൊണ്ട് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ വിട്ടാലും ഞങ്ങൾക്ക് വെള്ള പതാക കാണിക്കാനാണ് താല്പര്യം. ഇതാണ് ഇവരുടെ നിലപാട്. ഇതിൻ്റെ ഇടയ്ക്ക് UKയുടെ ഉള്ളിൽ വലിയ രീതിയിലുള്ളൊരു ഭീകരാക്രമണം നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു വാർത്തയും കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു മുന്നറിയിപ്പായിട്ട് UK ഗവൺമെൻറ് ഹൈ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ രീതിയിൽ ക്രൗഡ് ഒത്തുചേരുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ സന്ദർശനം ഒഴിവാക്കണം എന്നുള്ള രീതിയിലൊക്കെ മെസ്സേജുകൾ കൺവേ ചെയ്തിട്ടുണ്ട് UK ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന്. അപ്പോൾ ഇവിടെ ശരിക്കും യൂറോപ്പുമായിട്ടുള്ള വിഷയത്തിൽ ട്രംപ് ജർമ്മനിയിൽ നിന്നും 5000 അമേരിക്കൻ സോൾജേഴ്സിനെ വിഡ്രോ ചെയ്യുകയാണ്. ഇത് നാറ്റോ സഖ്യത്തിൻ്റെ ഭാഗമായിട്ട് ഇടയ്ക്കിടയ്ക്ക് റഷ്യ ഉക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് യൂറോപ്പ് ഭയങ്കരമായിട്ടുള്ള കൺസേൺ രേഖപ്പെടുത്തുന്ന പശ്ചാത്തലത്തിൽ ഇവർ ഈ ഇടയ്ക്ക് സോൾജേഴ്സിൻ്റെ ഡിപ്ലോയ്മെൻറ്റിൽ സോൾജേഴ്സിനെ കൂടുതലായിട്ട് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഡിപ്ലോയ് ചെയ്തിരുന്ന മൊത്തത്തിൽ ഡിപ്ലോയ് ചെയ്തിരുന്ന 5000 ട്രൂപ്സിനെയും അവർ വിഡ്രോ ചെയ്യുകയാണ് അമേരിക്ക. ജർമ്മനിയുടെ ചാൻസലർ മെർസ് ഫ്രെഡറിക് പറഞ്ഞിരിക്കുന്നത് ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതാണ് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റോടുകൂടി ജർമ്മനി ഇതിനെ അങ്ങ് സ്മൂത്തായിട്ട് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇറ്റ് മീൻസ് അവർക്ക് നോ പ്രോബ്ലം, അതാണ് അവർ പറയുന്ന മെസ്സേജ്. അപ്പോൾ ഈ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട് റഷ്യ ഉക്രൈനെ കയറി പിടിച്ച് അതിലൂടെ ജർമ്മനി, അതുപോലെ ചുറ്റാകെ കിടക്കുന്ന പോളണ്ട്, റൊമാനിയ, ഇങ്ങനെ മുഴുവൻ യൂറോപ്യൻ രാജ്യങ്ങളെയും കയറി പിടിക്കുമെന്നുള്ളൊരു വാദമുണ്ടായിരുന്നല്ലോ. അതിനൊക്കെ ഇപ്പോൾ എന്താണ് പ്രസക്തി? കാരണം അതിനു വേണ്ടിയിട്ടാണല്ലോ ഈ സോൾജേഴ്സിനെയൊക്കെ അവിടെ നിർത്തി വെച്ചിരുന്നത്. ഇതൊക്കെ ബൈഡൻ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ അവിടെ ഡിപ്ലോയ് ചെയ്തിരുന്നതാണ്. UAEയും പാകിസ്ഥാനും തമ്മിലുള്ള വിഷയം അത്ര നല്ല രീതിയിലല്ല പോകുന്നത്. പാകിസ്ഥാൻ്റെ 17 ഉദ്യോഗസ്ഥരെ ഇത്തിഹാദ് എയർലൈൻസിൽ നിന്നും പിരിച്ചുവിട്ടിട്ടുണ്ട്. ഡയറക്റ്റായിട്ട് ഇതിൻ്റെ കാരണങ്ങളൊന്നും പറയത്തില്ല, വേറെ എന്തെങ്കിലുമൊക്കെ റീസൺസ് ആവാം, വേറെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങളാവാം. പക്ഷേ ഇങ്ങനെ സംഗതികൾ നടക്കുന്നുണ്ട്. ട്രംപ് ഇന്ന് വെനിസുലയെക്കുറിച്ചുള്ള നെഗളിപ്പിലാണ്. കാരണം വെനിസുലയിൽ ട്രംപ് നടത്തിയ ഓപ്പറേഷൻ വളരെ വിജയകരമാണ്. ഇന്ന് വെനിസുല ജനങ്ങളൊക്കെ ഹാപ്പിയാണ്. വെനിസുലയുടെ ഓയിൽ ഗ്ലോബൽ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. വെനിസുലയ്ക്ക് നല്ല രീതിയിൽ പണം കിട്ടുന്നുണ്ട്. വെനിസുലയെക്കുറിച്ച് ഞാൻ പ്രൗഡ്. അപ്പോൾ വെനിസുലയുടെ നന്മയ്ക്ക് ഞാനാണ് കാരണം. ഇൻഫാക്റ്റ് ഡെൽസി റോഡ്രിഗസിനേക്കാളും ട്രംപാണ് വെനിസുലയുടെ പ്രസിഡന്റ് എന്നുള്ള തലത്തിലാണ് ജനങ്ങൾ നോക്കിക്കാണുന്നത് എന്നൊക്കെ ട്രംപ് പറയുന്നുണ്ട്. ഇതേ മാതൃകയിൽ ഇറാനെ എനിക്ക് കൊണ്ടുവരണം എന്നുണ്ട്. അതിന് ഇറാൻ്റെ സഹകരണം ആവശ്യമാണ്. അവിടുത്തെ ലീഡർഷിപ്പ് ആരാണെന്ന് പോലും നമുക്കറിയില്ല. അപ്പം അതുകൊണ്ട് ശരിയായ നേതാവിനോട് സംസാരിക്കാൻ പറ്റുന്നില്ല. അതാണ് ഈ പ്രശ്നത്തിന് കാരണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇറാൻ കോൺഫ്ലിക്റ്റ് എപ്പോഴേ അവസാനിച്ചേനെ എന്നൊക്കെ ട്രംപ് പറയുന്നുണ്ട്. പക്ഷേ വെനിസുലയ്ക്കും ഇറാനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. എനിവേ, അതിനിപ്പം കാലം തെളിയിക്കും. ഫിലിപ്പൈൻസിൽ May Day സെലിബ്രേഷനിൽ ഫിലിപ്പൈൻസിൻ്റെ ഉള്ളിൽ നടന്ന ഒരു റാലിയിൽ ട്രംപിൻ്റെയും നെതന്യാഹുവിൻ്റെയും കോലം കത്തിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തയും കൂടി വരുന്നുണ്ട്. ഫിലിപ്പൈൻസ് എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ സപ്പോർട്ടീവായിട്ടുള്ള രാജ്യമാണ്. ശരിക്കും അമേരിക്കയുടെ സപ്പോർട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ചൈനയെ കൗണ്ടർ ചെയ്യാൻ വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഫിലിപ്പൈൻസ്. ആ ഫിലിപ്പൈൻസിന് ഇന്ത്യ ഇപ്പം ഡിഫൻസ് പാർട്ട്ണർ കൂടിയാണ്. എല്ലാം തന്നെ ചൈനയ്ക്കെതിരെയുള്ള പോളിസിയാണ്. ഇതിൽ ലെഫ്റ്റിസ്റ്റുകൾ നടത്തിയ ഒരു നാടകമായിട്ട് വേണമെങ്കിലും ഇതിനെ നമുക്ക് നോക്കിക്കാണാം. ഇസ്രായേലിൻ്റെ ഉള്ളിൽ നടത്തിയ സർവേയിൽ പോപ്പുലാരിറ്റി വൈസ് നോക്കുമ്പോഴത്തേക്കും നഫ്താലി ബെന്നറ്റ് 46% ഭൂരിപക്ഷം നേടാൻ സാധ്യതയുണ്ട് വരുന്ന ഇലക്ഷനിൽ. ഇനിയും 4-5 മാസമുണ്ട്. നെതന്യാഹുവിന് 41% പോപ്പുലാരിറ്റി എന്നുള്ള രീതിയിലാണ്
ഈ സർവേ ഫലം പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതുപോലെ പല സർവേകളൊക്കെ പല ഇലക്ഷനുകളിലും നടത്താറുണ്ട്. ഇതിനേക്കാളും ലോ മെജോറിറ്റി രേഖപ്പെടുത്തിയിരുന്ന പല ഇലക്ഷനുകളിലും നെതന്യാഹു വിജയിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നെതന്യാഹുവിന് ഇനി കയ്യിലുള്ള 4 മാസം എന്ന് പറയുന്നത് ധാരാളം പോപ്പുലാരിറ്റി ഉയർത്തിക്കൊണ്ടുവരാൻ ഇനഫാണ്. ചൈനയുടെ SPR സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ് അത് 6 മാസത്തേക്കാണ് അവരുടെ കപ്പാസിറ്റി. അപ്പോൾ അതുകൊണ്ട് ചൈന വളരെ ലാഭത്തോടു കൂടി തന്നെയാണ് ഈ വിഷയങ്ങളൊക്കെ നോക്കി കാണുന്നത്. ചൈനയ്ക്ക് ഇറാൻ അമേരിക്ക കോൺഫ്ലിക്റ്റിൽ വൻ നഷ്ടമാണ്. കാരണം മാർക്കറ്റ് റേറ്റിനേക്കാളും ഏതാണ്ട് $10-15 കമ്മിയായിട്ടാണ് ക്രൂഡ് ഓയിൽ ചൈന ഇറാൻ്റെ സൈഡിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് ത്രൂ ഏതാണ്ട് 50% ഓയിൽ ചൈന വാങ്ങിച്ചു കൂട്ടുന്നുണ്ടായിരുന്നു. സ്ട്രേറ്റ് ഓഫ് ഹോർമോസും തടസ്സപ്പെട്ടു, ഇറാനിൽ നിന്നും ചൈനയിലേക്ക് പോകുന്ന എണ്ണയും തടസ്സപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ ഈ കുറഞ്ഞ വിലയ്ക്കുള്ള ഓയിൽ ബെനിഫിറ്റ് ചൈനയ്ക്ക് ഇപ്പോൾ കഴിഞ്ഞ ഒരു 1.5 മാസമായിട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ചൈനയ്ക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കാരണം ഈ ഇറാനിൽ നിന്നും വാങ്ങുന്ന എണ്ണയ്ക്ക് പകരം ചൈന അവരുടെ പ്രോഡക്ട്സ് ആണ് ഏറ്റവും കൂടുതൽ ഇറാനിലേക്ക് കയറ്റി അയച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ചൈനയ്ക്ക് വൻ ലാഭമാണ്. അപ്പം ഈ കച്ചവടത്തിലുണ്ടായ തടസ്സം ചൈനയെ ബാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ യെസ്, അബ്സല്യൂട്ട്ലി 100% ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ചൈന പാകിസ്ഥാൻ ത്രൂ എങ്ങനെയെങ്കിലും ഇറാൻ്റെ ഉള്ളിലേക്ക് സാധനം എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ചൈനയുടെ നേവൽ ഫോഴ്സിൽപ്പെട്ട 3 സ്ട്രൈക്കർ ഫ്ലീറ്റുകൾ, ആൾസോ അത് ഇൻ്റലിജൻസ് വിവരശേഖരണം നടത്തുന്ന സ്പൈ ഷിപ്പുകളും കൂടിയാണ്. അങ്ങനെ 3 എണ്ണം സ്ട്രേറ്റ് ഓഫ് ഹോർമോസിലേക്ക് ചൈന അയച്ചു വെച്ചിട്ടുണ്ട്. അതായത് ചൈനയിലേക്ക് വരുന്ന ഷിപ്പുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുക, എസ്കോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ജോലി. അങ്ങനെയാണ് ചൈന പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനെ അമേരിക്ക തടഞ്ഞാൽ അവിടെ വേറൊരു തരത്തിൽ ഒരു ക്ലാഷ് ക്രിയേറ്റ് ആവും. ഇത് സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ അമേരിക്കയുടെ ഫ്രണ്ടിൽ എത്തുമ്പോൾ എന്താണ് സ്ഥിതിഗതികൾ എന്നുള്ളത് നമുക്കറിയില്ല. ചൈനയിൽ നിന്നും അങ്ങോട്ടേക്ക് പോവുകയാണ് ഇപ്പോൾ ഈ 3 ഷിപ്പുകൾ. ട്വിൻസാങ് എന്ന് പറഞ്ഞ ഒരു സ്ട്രൈക്കർ ഫ്ലീറ്റ്, ഡോക്കിംഗ്, അതുപോലെ ടൈവ എന്ന് പറഞ്ഞ മറ്റൊന്ന്. അങ്ങനെ ഇങ്ങനത്തെ 3 കപ്പലുകൾ ഇപ്പോൾ ചൈന സ്ട്രേറ്റ് ഓഫ് ഹോർമോസിലേക്ക് അയച്ചു വെച്ചിരിക്കുകയാണ്. അവരുടെ ചരക്ക് ഗതാഗതം സുഗമമായിട്ട് നടക്കാനാണ് ഈ 3 കപ്പലുകളെ അയച്ചു വെച്ചിരിക്കുന്നതാണ് ഇപ്പോൾ ചൈന പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി നമ്മൾ മാലിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം നോക്കി കഴിഞ്ഞാൽ, മാലിയുടെ അപ്ഡേറ്റ്സ് 2 ദിവസമായി നമ്മൾ നോക്കിയിട്ട് മാലിക്കുള്ളിൽ ശക്തമായ രീതിയിൽ JNIM എന്ന് പറഞ്ഞ തീവ്രവാദ സംഘടന മുന്നോട്ട് പോവുകയാണ്. അവരുടെ ക്യാപിറ്റൽ നഗരം പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് പ്രഖ്യാപനം നടത്തി മുന്നോട്ട് നീങ്ങുകയാണ് ഈ JNIM. അവർ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ സ്മൂത്തായിട്ട് മാറി നിൽക്കുക, ഞങ്ങൾ ക്യാപിറ്റൽ നഗരം കയ്യേറാൻ പോവാണ് എന്നുള്ളൊരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ റഷ്യൻ പ്രോക്സികളായിട്ടുള്ള വാഗ്നർ ഗ്രൂപ്പ് പരാജയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ മാലിയിലെ ജനങ്ങൾക്ക് ഓയിൽ കൊണ്ടുപോകുന്ന ഓയിൽ ടാങ്കറുകളെല്ലാം തന്നെ ഇവർ ആക്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിന് പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ട് ഇന്ന് വാഗ്നർ ഗ്രൂപ്പ്, അതേപോലെ തന്നെ മാലിയുടെ ജുങ്ത ഗാർഡ് ആർമി, ഇവർ രണ്ടുപേരും പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് കുറേശ്ശെ ഈ ഓയിൽ ടാങ്ക് വെഹിക്കിൾസ്, ഓയിൽ ടാങ്ക് ലോറികളെ സേഫ് ഗാർഡ് ചെയ്ത് എസ്കോർട്ട് ചെയ്ത് അതിനെ ഓരോ സ്ഥലങ്ങളിലേക്കായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. മാലിയിലെ ഇപ്പോഴത്തെ ജുങ്ത ഗാർഡ് നയിക്കുന്ന ഗവൺമെൻറ് പൊതുജനങ്ങൾക്ക് അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ ഏത് വിധേനയും നിങ്ങൾക്കുള്ള അത്യാവശ്യ സാധനങ്ങൾ എത്തിക്കും, അത് ഓയിൽ ആയിക്കോട്ടെ, അത് ഫുഡ് ഐറ്റംസ് ആയിക്കോട്ടെ, ഏത് വിധേനയും എത്തിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഞങ്ങളതിനെ എങ്ങനെയും തടയും എന്നാണ് JNIM പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാലിയിൽ വിഷയം ഗുരുതരമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ ഈ മാപ്പിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇതിൽ ഗ്രീൻ കളറിൽ കാണിക്കുന്ന പോർഷൻസ് എല്ലാം തന്നെ ഈ JNIM ഗ്രൂപ്പുകൾ, ഈ തീവ്രവാദ സംഘടനകൾ കൈവശപ്പെടുത്തി കഴിഞ്ഞു. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇതേ മാതൃക ഇവർ ബുർക്കിനോ ഫാസോയിൽ അവതരിപ്പിക്കുമെന്നാണ് പറയുന്നത്. അതായത് മാലി, ബുർക്കിനോ ഫാസോ, നൈജർ, ഇത് ഈ 3 രാജ്യങ്ങളുമാണ് വ്യത്യസ്തമായിട്ടുള്ള ഒരു റൂട്ടിൽ സഞ്ചരിക്കാൻ ശ്രമിച്ചത്. അതിപ്പോൾ പരാജയപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് ഇനിയിപ്പോൾ കണ്ടറിയണം. ഈ മാലിയിലെ ജുങ്ത ഗാർഡ് എന്ന് പറഞ്ഞ ആ ഒരു ആർമിയുടെയും ഈ റഷ്യയുടെ വാഗ്നർ ഗ്രൂപ്പിൻ്റെ പരാജയവും അത് ബുർക്കിനോ ഫാസോയെ ശരിക്കും ഹൈ അലേർട്ടിൽ എത്തിക്കുന്നുണ്ട്. ഈ അവസ്ഥ ഇതേ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആഫ്രിക്കയിലെ സഹിൽ റീജിയനിൽ വലിയ രീതിയിലുള്ളൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതയുണ്ട്. ട്രംപ് പറഞ്ഞിരിക്കുന്നത് കടൽ കൊള്ള നല്ലൊരു ബിസിനസ്സാണ്, വലിയ രീതിയിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നുമില്ല, പക്ഷേ നല്ല ലാഭം കിട്ടും, നല്ല പ്രോഫിറ്റുള്ള കച്ചവടം എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. കാരണം ട്രംപ് ഇപ്പോൾ 2-3 എണ്ണം നടത്തിയിട്ടുണ്ട് അതേപോലെ. അപ്പോൾ അതുകൊണ്ട് ട്രംപിന് അതിൻ്റെ ഗുണം മനസ്സിലായി. ട്രംപ് അടുത്ത് എയിം ചെയ്യുന്നത് ക്യൂബയാണ്. ഓപ്പണായിട്ട് തുറന്ന് പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് പറഞ്ഞത് ക്യൂബയിലേക്ക് അമേരിക്ക വരികയാണ്, വെനിസുല എങ്ങനെയാണ് ഞങ്ങൾ കൈകാര്യം ചെയ്തത്, അതിനേക്കാളും ബെറ്ററായിട്ട് ക്യൂബയെ ഞങ്ങൾ കൈകാര്യം ചെയ്യും, നിങ്ങൾ റെഡി ആയിട്ടിരുന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്യൂബ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ വരൂ, നമുക്ക് ചർച്ച നടത്താം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തിന് നിങ്ങളിപ്പോഴും ആക്രമണം, അറ്റാക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ, ജസ്റ്റ് കം ലെറ്റ്സ് ഡിസ്കസ് എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ക്യൂബയെ എങ്ങനെയാണ് ട്രംപ് ഹാൻഡിൽ ചെയ്യാമെന്ന് അറിയത്തില്ല. ക്യൂബയെക്കുറിച്ചുള്ള പരാമർശം ട്രംപ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ട്രംപിൻ്റെ ഈ പരാമർശത്തിനെ തുടർന്ന് ഇന്നലെ ക്യൂബയിൽ നല്ല രീതിയിലുള്ള പ്രതിഷേധം, ട്രംപിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞത്.
ട്രംപ് അടുത്ത് പറഞ്ഞിരിക്കുന്നത് ആരെങ്കിലും സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ ടോൾ പേ ചെയ്തതായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരെ ഉപരോധം കൊണ്ടുവരും എന്നാണ് പറയുന്നത്. എയർ ഇന്ത്യ ഫ്യൂവൽ ഷോർട്ടേജ് കൊണ്ട് 100 ഡൊമസ്റ്റിക് ട്രിപ്പുകൾ ക്യാൻസൽ ചെയ്യുന്നതായിട്ട് അറിയിച്ചിട്ടുണ്ട്. ഉക്രൈനിലെ സെലൻസ്കി തുർക്കിയിലെത്തിയിട്ടുണ്ട്. ഇതിന് 2 ദിവസങ്ങൾക്ക് മുമ്പ് സെലൻസ്കി തുർക്കിക്കെതിരെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ ആളാണ് ഇന്ന് തുർക്കിയിൽ എത്തി നിൽക്കുന്നത്. ഇതിനകത്ത് മനസ്സിലാക്കേണ്ട വിഷയം എന്ന് വെച്ചാൽ റഷ്യ ക്യാപ്ചർ ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ടല്ലോ, അപ്പോൾ അവിടുത്തെ ഗോതമ്പും കാര്യങ്ങളൊക്കെ കൃഷി നടത്തി അത് തുർക്കി ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങൾക്കും റഷ്യ വിറ്റതായിട്ട് ഉക്രൈന് തെളിവ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് 2-3 ദിവസങ്ങൾക്ക് മുമ്പ് സെലൻസ്കി തുർക്കി ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങൾക്കെതിരെയും ശക്തമായ സ്റ്റേറ്റ്മെൻറ്റാണ് പറഞ്ഞിരുന്നത്. ആ തുർക്കിയിലാണ് ഇന്ന് പോയി നിൽക്കുന്നത്, സപ്പോർട്ട് വേണം എന്ന് പറഞ്ഞിട്ട്. അതായത് ട്രംപ് കൂടുതൽ ആയുധങ്ങളൊന്നും തരുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ആയുധം തന്ന് സഹായിക്കണം എന്നുള്ള നിലയിലാണ് തുർക്കിയുടെ അടുത്ത് എത്തിയിരിക്കുന്നത് ഇപ്പം സെലൻസ്കി. ഇന്നലെ റഷ്യ ഉക്രൈനു മേളിൽ 400 ഡ്രോണുകൾ അയച്ച് ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ വളരെ എഫിഷ്യൻ്റായിട്ട് 388 ഡ്രോണുകൾ ഉക്രൈൻ ഇൻ്റർസെപ്റ്റ് ചെയ്തതായിട്ടുള്ള വാർത്ത സെലൻസ്കി പങ്കുവയ്ക്കുകയുണ്ടായി. അപ്പോൾ അതായത് 400 ഡ്രോണുകൾ അയച്ചപ്പോഴത്തേക്കും വെറും 12 എണ്ണം മാത്രമാണ് പതിച്ചത്, ബാക്കിയുള്ള 388 എണ്ണവും ഇൻ്റർസെപ്റ്റ് ചെയ്തു എന്നാണ് സെലൻസ്കി അവകാശപ്പെടുന്നത്. അതുപോലെ ഇന്ത്യ അഗ്നി 6 ICBM ഇന്റർകോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽ അത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് സ്റ്റേജിൽ നിൽക്കുകയാണ്. പരീക്ഷണം നടത്താൻ വേണ്ടിയിട്ട് DRDOയുടെ പെർമിഷൻ കാത്തിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ ഗവൺമെൻറ് ഇതിനകത്ത് പെർമിഷൻ, ഡിഫൻസ് മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് സെൻട്രൽ ഗവൺമെൻറ് ഇതിൻ്റെ ഉത്തരവ് കൊടുത്തു കഴിഞ്ഞാൽ അത് പരീക്ഷണം നടത്താമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ദൂരപരിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 കിലോമീറ്റർ മുതൽ 12,000 കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ റേഞ്ച്. അപ്പോൾ അതുപോലെ ഇന്ത്യ ഗ്രേറ്റ് നിക്കോബാറിൻ്റെ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓർഡർ പാസ്സാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഒരു എയർപോർട്ട്, അതുപോലെ തന്നെ 400 മെഗാവാട്ട് ഉൽപ്പാദന ശേഷിയുള്ള ഒരു പവർ പ്ലാന്റ്, അതുപോലെ തന്നെ കണ്ടെയ്നർ ഷിപ്മെൻറ്റ് യാർഡ്. അപ്പം ഇത്രയും വിഷയങ്ങളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉത്തരവാണ് പാസ്സായിരിക്കുന്നത്. ഇത് വലിയൊരു പ്രോജക്റ്റാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ 1 വർഷത്തിന് മുമ്പ് ഏതാണ്ട് നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ഇനിഷ്യൽ കാലഘട്ടങ്ങളിൽ തന്നെ. അപ്പോൾ എന്തായാലും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.